സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുകളും മാസപ്പടി കേസും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് CPM. സഹകരണ ബാങ്കുകളിലെ കൊള്ളയെപ്പറ്റി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞതോടെ വിഷയം വീണ്ടും ചർച്ചയാകുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPM നേതൃത്വം നൽകിയ ഭരണസമിതിയും തലസ്ഥാന ജില്ലയിലെ കണ്ടല സഹകരണ ബാങ്കിൽ CPI നയിച്ച ഭരണസമിതിയും കോടികൾ വെട്ടിപ്പ് നടത്തിയെന്ന കേസാണ് EDയുടെ അന്വേഷണത്തിലുള്ളത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് എല്ലാ അർത്ഥത്തിലും തൃശൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളെ പിന്നോട്ടടിക്കുകയാണിപ്പോൾ. CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനുണ്ടാകുന്ന തിരിച്ചടി BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കണ്ടല സഹകരണ ബാങ്കിലെ വെട്ടിപ്പ് CPM സ്ഥാനാർത്ഥിയായ ജില്ലാ സെക്രട്ടറി V ജോയിയുടെ വോട്ടുകളിലും വിള്ളൽ വീഴ്ത്തും. ഇത് NDA സ്ഥാനാർത്ഥി V മുരളീധരനാണ് ഗുണം ചെയ്യുക. ഇതുകൂടാതെ CPM ഭരിച്ച കാട്ടാക്കട ഉരുട്ടമ്പലം സഹകരണ ബാങ്കിലെ വെട്ടിപ്പും ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ്. സഹകരണ ബാങ്കുകളിൽ ഇടതുമുന്നണി നടത്തുന്ന കൊള്ള തന്നെയായിരുന്നു സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെയും കാതൽ. CPM जिला सचिव के नाम पर 100 से ज्यादा प्रॉपर्टी खरीदी गई है. जब एक स्थान का ये हाल है तो हम बाकी केरला का अंदाज लगा सकते हैं. कोचिन मिनरल्स एंड रुटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है. ഇതുകൂടാതെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള മാസപ്പടി കേസും CPMന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഈ കേസിൽ പ്രതികരിക്കാതെ ഇരുന്ന പാർട്ടി ദേശീയ നേതൃത്വം ഇപ്പോൾ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. CPM നേതാവ് പ്രകാശ് കാരാട്ടിന്റെ വാക്കുകളിൽ ഇത് വ്യക്തവുമാണ്. People fail to understand where ED comes into the picture. What little I know of the case, it's about one private company having a contract and giving some money to another private company. Payments are made through check. ED looks into money laundering cases. It is empowered under the Prevention of Money Laundering Act. So where is the ED coming into this picture? I can understand if there's income tax, somebody says you're not paying your tax, etc. So the ED is being used more as a political instrument, not only in this case, but in a large number of cases around the country. സഹകരണ ബാങ്കുകളിലെ വെട്ടിപ്പും മാസപ്പടി കേസും പരമാവധി വോട്ടാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷമായ NDAയും UDFും. ജനം, തിരുവനന്തപുരം.